നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന നേത്രാവതി ട്രെക്കിങ്ങിന്റെ സമയത്ത് സൂചിപ്പിച്ചിരുന്ന നേത്രാവതിയിലേക്ക് ഞങ്ങൾ എത്തിയ ആ ഫോറസ്റ്റ് റൂട്ടിന്റെ വീഡിയോ ആണ്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റിനകത്തൂടെ ഉള്ളൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത്. യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. നേത്രാവതി ട്രെക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന്. അത് സാംസയിലെ ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ വന്ന വഴി എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ, മൈസൂർ, ഹസൻ വഴിയാണ് വന്നത്. ഹസൻ, ഹാലേബീഡു ആ റൂട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വെച്ചിട്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ചെറിയ മാറ്റം സംഭവിച്ചു പോയിട്ട് നേത്രാവതി പീക്ക് വ്യൂ എന്നായിപ്പോയി. മാപ്പിൽ രണ്ടും സാംസയെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഏകദേശം 100 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഒന്ന് സാംസയിലും ഒന്ന് കാഞ്ചൂറിലുമാണ്. അപ്പൊ ഞങ്ങൾ എത്തിപ്പെട്ടത് കാഞ്ചൂറായിരുന്നേ. ഇന്നലെ രാത്രി ഒരു 10-11 മണിയായി ഞങ്ങൾ കാഞ്ചൂർ എത്തിയപ്പോൾ. ഇതുപോലുള്ള സ്ഥലങ്ങൾ എത്തുമ്പോൾ ചെറുതായിട്ട് പേടി തോന്നാറുണ്ട്. അതുപോലെ വളവുകളും കംപ്ലീറ്റ് ആയിട്ട് വളവുകളാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഒറ്റ മനുഷ്യനില്ല ഈ റൂട്ടിൽ. അതുപോലെ വേറെ ഒരു വണ്ടിയും ഒരു ശബ്ദവും ഒന്നും കേൾക്കാനില്ല. ശബ്ദം ഉള്ളത് വല്ല മൃഗങ്ങളുടെയൊക്കെ ശബ്ദം ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. പലതരം പക്ഷികളുടെയും ശബ്ദം കേൾക്കാം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ഒരു ശബ്ദവും ഇല്ല. ഫോറസ്റ്റിന്റെ ആ ഒരു നിഗൂഢമായ ശബ്ദം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം പേടിച്ചാണ് കേട്ടോ ഈ റൂട്ട് റൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ഒന്നും ഇല്ലാത്തൊരു റൂട്ടാണ് ഇത്. ഞങ്ങൾ അറിയാൻ സാധിച്ചത് ഞങ്ങൾ ഇന്നലെ കാഞ്ചൂർ വന്നപ്പോൾ രാത്രി 11 മണിയായിരുന്നു. അവിടെ എത്തി റൂമിന് വേണ്ടിയിട്ട് സാംസയിൽ ഞങ്ങൾ ഒരു റൂം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴാണ് ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഇത്രയും കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്നു വിട്ടതെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന ആ ഒരു എക്സാക്ട് വേർഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പൂണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വട്ടവടയിൽ വന്ന് നിൽക്കുന്ന അവസ്ഥ. ഒന്നിലും നമ്മൾ കറങ്ങി ചുറ്റി കൊടൈക്കനാലൊക്കെ ചെന്നിട്ട് ആ റൂട്ടിലേക്ക് പൂണ്ടിയിലേക്ക് പോകണം. അതല്ലെങ്കിലുള്ളൊരു ഓപ്ഷനാണ് എസ്കേപ്പ് റോഡ് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു റോഡാണിത്. പക്ഷെ ഇത് ഗൂഗിൾ മാപ്പിലൊന്നും കാണാൻ സാധിക്കില്ല. ആർക്കും ഒട്ടും അറിയാനും പാടില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ കാജൂർ ഒരു സ്ഥലത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട 1-2 മലയാളികൾ, ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള കാസർഗോഡ് മലയാളികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്നുള്ളത്. ഇത് നേരെ പോകുന്നത് ഇളനീർ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ ഇതിലെ ഇങ്ങനെ ഒരു റൂട്ടുണ്ട്. നമ്മൾ 100 കിലോമീറ്റർ റൈഡ് ചെയ്യുന്നതിന് പകരം ഇതിലെ ഏകദേശം 15 കിലോമീറ്ററോളം മാത്രം പോന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവര് പോയിട്ടില്ല എന്നും കൂടെ കൂട്ടിച്ചേർത്തു. ബൈക്കിന് ചില ആളുകളൊക്കെ പോകുന്നത് കാണാമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ വെളുപ്പിനെ തന്നെ എഴുന്നേക്കാം. ഒരു 4:30 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് മെയിൻ റോഡ് വഴി തന്നെ വന്ന വഴി പോയിട്ട് തിരിച്ച് സാംസയിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയി. 6-6:30 മണിയായി എഴുന്നേറ്റപ്പോൾ. പിന്നെ ഞങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ ഇതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ 11 മണിയെങ്കിലും ആവും സാംസയിൽ എത്തുമ്പോൾ. ചിലപ്പോൾ ഞങ്ങൾക്ക് ട്രെക്കിങ്ങിന് പോകാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ 11 മണിക്ക് എത്തി ഞങ്ങൾ പോയാലും നട്ടുച്ച സമയത്തായിരിക്കും നമ്മൾ ആ പീക്കിലെത്തുക. വെളുപ്പിനെയുള്ള ആ ഒരു ഭംഗിയൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഈ വഴി തന്നെ പോകാമെന്ന് തീരുമാനിച്ചതും ഇപ്പോഴേ ഇതിലെ ഇങ്ങനെ വരുന്നതും. ആ
അവിടെ എന്തോ സൗണ്ട് കേട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ മൃഗങ്ങളുടെ സൗണ്ട് നമുക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും ഇതിലുള്ള യാത്ര ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ശരിക്കും ഒരു ഡീപ്പ് ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന അതേ ഫീൽ തന്നെ. ശരിക്കും ഡീപ്പ് ഫോറസ്റ്റ് ആണ്, അത് മറ്റൊരു കാര്യം. നമ്മൾ റോസ്മലയിലൊക്കെ പോയപ്പോൾ അതും ഫോറസ്റ്റ് റൂട്ടായിരുന്നു, വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു, പേടിപ്പെടുത്തുന്ന റൂട്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അത് ടാർ റോഡായിരുന്നു. ഇടയ്ക്കെങ്കിലും നമുക്ക് വണ്ടികളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് കണ്ടോ, മണ്ണും ചെളിയും ഒക്കെയുള്ള ശരിക്കുമുള്ള ഫോറസ്റ്റ് റൂട്ട് തന്നെ, കാട്ട് വഴി, ചുറ്റും കാട്, കാടിന്റെ ശബ്ദം, അടിപൊളി ആംബിയൻസ്. 101 കിലോമീറ്റർ ഈ 2 മലയിലോട്ട് പോകാം. ഇത്രയും ദൂരം വന്നിട്ട് പോലും മാപ്പിൽ ഈ റൂട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോഴും പറയുന്നത് തിരിച്ച് കാജൂർ എന്നിട്ട് മെയിൻ റോഡ് വഴി സാംസയിലേക്ക് പോകാനാണ്. പേടി തോന്നിയെങ്കിലും ഈ റൂട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുണ്ട്. ഇത്രയും നാൾ ഇതുപോലത്തെയൊക്കെ ട്രാവലുകൾ ഒരുപാട് ചെയ്തിട്ടും ഇങ്ങനെ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര ആദ്യമായിട്ടാണ്. അത് ഇങ്ങനെയാണെങ്കിലും ബൈക്കിലാണെങ്കിലും 4 വീല്, വേറെ ഓഫ് റോഡ് ജീപ്പോ വേറെ ഒരു തരത്തിലും ഇങ്ങനെയുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടിനകത്തൂടെ ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. എങ്കിലും ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മൺസൂണൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് ചെളിയും മണ്ണും ഒക്കെ ആയിരിക്കും. ഇതിലെയുള്ള റൈഡിങ് അത്ര സേഫ് ആയിരിക്കും എന്ന് തോന്നുന്നില്ല. അതുപോലെ കടുത്ത വേനൽ സമയത്തും മൃഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ അധികമാണ്. അങ്ങനെ ഈ ഫോറസ്റ്റിനകത്തൂടെ ഏകദേശം ഒരു 25 മിനിറ്റ്, അരമണിക്കൂറോളം റൈഡ് ചെയ്തിട്ട് ഞങ്ങൾ കോൺക്രീറ്റ് റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കന്നഡയിലാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഒരു ഫോറസ്റ്റ് റൂട്ട്. നേത്രാവതി ട്രെക്കിങ് അവിസ്മരണീയമാക്കിയ ഫോറസ്റ്റ് റൂട്ട്.